ഉഗ്രന് മഴ കിട്ടിയിട്ടോ. അതൊന്ന് ചൂടൊന്ന് ചെറിയൊരു ആശ്വാസം കിട്ടിയ ചൂടിനന്ന്. ഭൂമിയൊക്കെ ചെറുതായിട്ട് തണുത്ത്. ഇന്ന് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എല്ലാം ഹോസ്പിറ്റലായിരുന്നു. വൈഫിനെയും മക്കളെല്ലാം കൊണ്ട് ഇന്നും ഹോസ്പിറ്റലായിരുന്നു. ഇതിനിടയ്ക്ക് സമാധാനമില്ലെന്ന് പറയും. എന്നിട്ട് വർക്കും ഇല്ല. ആകപ്പാടെ ലൈഫ് വേറെ റൂട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് തോന്നി. ഇതിപ്പോൾ മഴ വരുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ രാവിലെ നമ്മളെങ്ങനെയും പോകും. വൈകിട്ട് 4 മണി ഇട്ട് കഴിയുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ സമയമായിരിക്കും മഴ പെയ്യുന്നത്. പിന്നെ ഒരു മാർഗ്ഗം വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്ന് ഈ ബുക്കെല്ലാം വലിച്ച് റബ്ബർ ബാൻഡ് ഇടും. ഇന്നത്തെ കൊണ്ട് ബാഗോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് ഈ പ്ലാസ്റ്റിക് കവറിനകത്തെല്ലാം ആക്കും. പ്ലാസ്റ്റിക് കവറിനകത്തെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തലയിലെടുത്ത് വന്നിട്ട് ഒറ്റ ഓട്ടോ പിന്നെ ഓടത്തില്ല. ഇപ്പോൾ ഇത് തന്നെ സ്കൂളിൽ താഴെയായിട്ട് ഞങ്ങളൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ അടുത്ത് മരം വെച്ചാൽ മാവാട്ടോ, പുളിയമാങ്ങ കിട്ടുക്ക മാങ്ങ. അവൻ നിൽക്കുന്നുണ്ട് മരത്തിൻ്റെ ചവിട്ടി ഇങ്ങനെ മേലോട്ട് മരത്തുള്ളി പിടിക്കുക. നല്ല കാറ്റൊക്കെ അടിക്കാൻ നല്ല പുളിയമാങ്ങ വീഴും. നല്ല പഴുത്ത സാധനം, ചെറിയ മാങ്ങയില്ല, നല്ല കിടുക്ക് സാധനമല്ല, അടിപൊളി ഒരു രക്ഷ സാധനം. അല്ല നിങ്ങൾ ആലോചിച്ച് ശരിയല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ മഴ തോർന്ന് കഴിഞ്ഞിരിക്കും അല്ലേ, ചെറിയൊരു മഴ ചെറുതായിട്ട് തോർന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റ ഓട്ടം ഓടും. സ്കൂളിനടുത്ത് വീടൊക്കെ ഉള്ളവരൊക്കെ അവനങ്ങൾ പെട്ടെന്ന് ഓടി. ഒരുത്തരം ഓടി അങ്ങോട്ട് പോയിട്ടില്ല, കാണിക്കപ്പോൾ അവനങ്ങോട്ട് പോയിട്ടുണ്ടോ അവൻ അച്ഛൻ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് കയറി പാടാൻ. ഇല്ലാതെ ഞങ്ങളോട് വന്നിട്ട് മഴ നനഞ്ഞ് മാങ്ങയെല്ലാം പെറുക്കി ഉടുപ്പിനത് ഇട്ടുകൊണ്ട് പോകും. ഇതാണ് നിൽക്കുന്നത്. ഇത് സുമേഷ് കേട്ടോ. അവനെ ഉടുപ്പെല്ലാം ഒരു പിഴി അവൻ ഒത്തിരി നാലഞ്ച് അവനങ്ങോട്ട് മാറി പെമ്പിള്ള രീതിയിലാണ് പോയത്. അന്നേരം അവൻ അപ്പുറത്തോട്ട് മാറി അവനോട് പിഴിയുക. നല്ല മഴയായിരുന്നു, ഉഗ്ര മഴ, ഒരു രക്ഷയെടുത്ത മഴയായിരുന്നു. അവിടെ എല്ലാം വെള്ളമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മണി വരെയൊക്കെ അവിടെ നിൽക്കാം. ചിലപ്പോൾ മഴ തോർന്നാലേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഈ 2 പോലെ ഞങ്ങളുടെ അടുത്തുള്ള 2 പിള്ളേരാണ്. ഒരുത്തി എന്നെ നമുക്ക് അവിടെ കൊണ്ടുപോകാതെ കേട്ടോ. പക്ഷെ അവൾക്ക് കൊണ്ടുപോകണമെന്നല്ല. പക്ഷേ ഇന്നലെ ഈ പന്നക്കൊച്ച് കയറിയത് കൂടെ, അതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല അവൾ. ഒന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് അന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ. അവിടെ മാറ്റി കൂടെ ഉണ്ടായിരുന്നു. സാറിന് ഞാൻ വലിയ മഴയൊക്കെ ഞാൻ അവിടെ ഞങ്ങളൊന്നിച്ചങ്ങ് പോകുമായിരുന്നു. മറ്റേ പറഞ്ഞല്ല കൊച്ചു കയറി കൊണ്ടായിരുന്നു, നമ്മളെ കയറ്റിയില്ല. എന്താണ് മഴയൊക്കെ വരുമ്പോൾ എന്നാ രസമൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ നനഞ്ഞൊക്കെ വീട്ടിലോട്ട് ചെല്ലും. അത് പുസ്തകമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പിൻ്റെ മേളിൽ വെച്ച് ഇങ്ങനെ ഉണക്കി പാത്രത്തിലൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഉണക്കിയൊക്കെ എടുക്കുമായിരുന്നേ. ഉടുപ്പൊക്കെ ഉള്ളതല്ലേ അങ്ങനെയല്ലേ ഉണക്കുന്നത്. സന്ധ്യയ്ക്ക് കൊണ്ടിട്ടോ ഇല്ല പിന്നെ ഇവനെ ഓടിപ്പോയി കൊണ്ട് അവർ അച്ഛൻ വിളിച്ചു. അവന് പെട്ടെന്ന് ഓടിയാൽ പോയി. അടുത്ത് തന്നെ വീട്. കാരണം ഇവൻ ഇവിടെ നിന്ന് മഴയും നനയും പനിയും പിടിയും നാളെ അവൻ വരത്തില്ല. സ്കൂളിൽ മുറ്റത്ത് തന്നെ വീട്, നമ്മളൊന്നും വരത്തില്ല. അത് ഈ കൊച്ചില്ല അവിടെ അപ്പം കൊച്ചു ഇതൊരു കുശുമ്പ് ഇടവത് കേട്ടുള്ളൂ. ആ കൊച്ചു ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ അതൊന്നും കൊണ്ടുപോകത്തില്ല. കാരണം ഇതുമായിട്ട് ചെറിയ എനിക്കൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അതിനെ കൊണ്ടുപോകത്തില്ല. മറ്റേ സാറാണ് കണക്കിൻ്റെ ചിരിക്കാത്ത പുള്ളി, ഒരിക്കലും ചിരിക്കത്തില്ലേ കണക്ക് സാറ്. എന്നാ മനുഷ്യനാണോ. അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞല്ലേ.